ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി. CBSE 10 ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി ആണ്. സയൻസിലെ തന്നെ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് അധികവും വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ ഇലക്ട്രിസിറ്റിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതൊരു സീരീസ് ആണ്. സോ ഇതിന്റെ ബാക്കിയുള്ള സെഷൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ CBSE ബോർഡ് എക്സാമിന് വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒറ്റ ക്വസ്റ്റ്യൻസും മിസ്സാവൂല. ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ടഫ് ആയിട്ട് വരുന്ന, ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ് ഇലക്ട്രിസിറ്റി എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് ടഫ് ആവുന്നത്? നന്നായിട്ട് നമ്മൾ NCERT ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ബട്ട് NCERT എന്ന് പറഞ്ഞ ബേസിക് കോൺസെപ്റ്റ് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ അധികം സാർ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Electricity. First question, a wire of resistance R is cut into 3 equal parts. If these 3 parts are then joined in parallel, calculate the total resistance of the combination so formed. So ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ അറിയാം. A wire of resistance R എന്നുണ്ട്, ഒരു റെസിസ്റ്റൻസ് R ഉള്ള ഒരു വയർ ഉണ്ടായിരുന്നു. സോ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. വയർ, ഈ വയറിന്റെ റെസിസ്റ്റൻസ് R ആണ്. ദെൻ ഇതെന്ത് ചെയ്തു, ഈ വയറിനെടുത്തിട്ട് കട്ട് ഇൻ ടു 3 ഈക്വൽ പാർട്ട്, 3 ഈക്വൽ പാർട്ട് ആക്കിയിട്ട് കട്ട് ചെയ്തു. എന്നിട്ടോ ദീസ് 3 ഈക്വൽ പാർട്സ് ആർ ദെൻ ജോയിൻഡ് പാരലൽ. ഈ പാർട്സ് 3 ഈക്വൽ പാർട്സ് എന്ത് ചെയ്തു, പാരലൽ ആയിട്ട് ജോയിൻ ചെയ്താൽ വാട്ട് ഈസ് ദ കാൽക്കുലേറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ സോ ഫോംഡ്. ടോട്ടൽ പാരലൽ കോമ്പിനേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഇത് ആറാണ്. അപ്പൊ 3 ഈക്വൽ പാർട്സ് ആണെന്നുണ്ടെങ്കിൽ ഓരോ പാർട്സിന്റെയും റെസിസ്റ്റൻസ് ഇവിടെ R/3, ഇവിടെ R/3, ഇവിടെ R/3. സോ നമുക്ക് ഇത് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ എന്തായിരുന്നു, പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ 1/RP ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അറിയാം 1/RP ആണ് കണ്ടുപിടിക്കേണ്ടി. ഇവിടെ എന്താണ്, റെസിസ്റ്റേഴ്സ് എല്ലാം സെയിം ആണ്, R/3 ആണ്. സോ 1/R/3 പ്ലസ് 1/R/3 പ്ലസ് 1/R/3 എന്തായിരിക്കും കിട്ടുക? 1/R/3 എന്ന് പറഞ്ഞാൽ നേരെ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക എന്നാണ്. സോ 1/R ഈക്വൽ ടു 1/R/3 എന്ന് പറഞ്ഞാൽ 3/R ആയി, പ്ലസ് 3/R പ്ലസ് 3/R. ഏതെങ്കിലും നമ്പറിന്റെ 1/8 എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക എന്നാണ് അതിൽ. ദാറ്റ് മീൻസ് സോ ഡിനോമിനേറ്റർ എല്ലാം R ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോമൺ ആയിട്ട് 3 പ്ലസ് 3 പ്ലസ് 3 9/R എന്ന് എഴുതാം. സോ 1/RP ഈക്വൽ ടു 9/R. ദെൻ റെസിസ്റ്റൻസ് ആണ് കിട്ടേണ്ടത്. ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു നേരെ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ R/9 ഇതായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ R/9 ആണ് കിട്ടുന്നത്. നന്നായിട്ടൊന്ന് ജസ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഇലക്ട്രിക് സർക്യൂട്ട്, കാൽക്കുലേറ്റ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ്. ഇവിടെ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്, ടോട്ടൽ കറന്റ് ഡ്രോൺ ഫ്രം ദ സോഴ്സ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പാരലൽ കോമ്പിനേഷൻ ഓഫ് 10 ohm ആൻഡ് 15 ohm. അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഈ ഫിഗർ നന്നായിട്ട് നോക്കുക. ഫിഗറിൽ ഇവിടെ 2 കോമ്പിനേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കോമ്പിനേഷനും ഇവിടെ ഒരു കോമ്പിനേഷനും. ഇത് പാരലൽ ആണ്, ഇവിടെയും പാരലൽ ആണ്. ബട്ട് ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുള്ള സീരീസിലാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. നിങ്ങൾക്കറിയാം പാരലൽ ആയിട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസിൽ 2 റെസിസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു RP ഈക്വൽ ടു R1 ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2. ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ബോക്സിലാക്കി വെക്കുക. എന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇത് അറിയാം, ഈ കേസ് ഫസ്റ്റ് കേസ് ഇത് ഫസ്റ്റ് ഇതാണ്, ഇത് സെക്കൻഡ് കേസ് ആണ്. അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, RP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
R1 into R2 എന്ന് പറഞ്ഞാൽ 10 into 15. Then R1 plus R2 10 plus 15 25. So 25 കൊണ്ട് 15 ഇനി കട്ട് ചെയ്താൽ ഇവിടെ 3 5. Then 10 by 5 2 into 3 6 ohm എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഈ കോമ്പിനേഷനിൽ കിട്ടുന്ന 6 ohm ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് നേരെ താഴെയുള്ള നോക്കാം. ഇത് ഫസ്റ്റ് കേസ് ആണ്. സെക്കൻഡ് കേസ് എന്താണ് നോക്കാം. ആർ പി കണ്ടുപിടിക്കാം. എന്താണ് സെക്കൻഡ് കേസിൽ ആർ പി? 6 into 40 by 6 plus 40 100 ആണ്. 0 കട്ട് ചെയ്താൽ 6 into 4 24 ohm. ഇവിടെ സെക്കൻഡ് കേസിൽ ടോട്ടൽ കിട്ടുന്നത് സെക്കൻഡ് കോമ്പിനേഷനിൽ ടോട്ടൽ ഉള്ളത് 24 ohm ആണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാ, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ 6 കണ്ടുപിടിച്ച് ഇവിടെ 24 കണ്ടുപിടിച്ചു. ഇതെങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? സീരീസ് ആയിട്ടാ. സോ സീരീസ് ആയതുകൊണ്ട് എ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 6 plus 24 equal to 30 ohm ആയിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി ടോട്ടൽ കറണ്ട് ഡ്രോൺ ഫ്രം ദ സോഴ്സ്. ഇതിൽ നിന്നുണ്ടാകുന്ന ടോട്ടൽ കറണ്ട് എന്തായിരിക്കും എന്നാണ്. നമുക്കറിയാം കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ്. ഐ ഈക്വൽ ടു വി ബൈ ആർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ ഈ രണ്ടും കണക്ട് ചെയ്തിട്ടുള്ളത് സീരീസിലാണ്. അതുകൊണ്ട് തന്നെ സീരീസിൽ കണക്ട് ചെയ്തുകൊണ്ട് രണ്ടിലെയും കറണ്ട് സെയിം ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. സീരീസ് കണക്ഷനിൽ രണ്ടിലെയും കറണ്ട് സെയിം ആണ്. സോ അതുകൊണ്ട് നമുക്ക് വി എന്താ ഇവിടെ തന്നിട്ടുള്ളത് 15 ആണ്. 15 by R എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ്. സോ 1/2 എന്ന് പറയും 0.5 ആംപിയർ എന്ന് കിട്ടും ക്യാൻസൽ ചെയ്താൽ. ഇനി സി ക്വസ്റ്റ്യൻ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പാരലൽ കോമ്പിനേഷൻ ഓഫ് 10 ohm ആൻഡ് 15 ohm റെസിസ്റ്റേഴ്സ്. അപ്പൊ ഇവിടെ നോക്കുക, ഇതിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നാ ചോദിച്ചത്. നമുക്കറിയാം ഇവിടെ ഇത് രണ്ടും എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? ഇത് രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. സോ സീരീസ് ആവുമ്പോൾ നിങ്ങൾ കറണ്ടിന്റെ രീതിയിൽ എന്ത് ചെയ്യണം, എഴുതണം. സോ കാരണം കറണ്ട് ആണ് അവിടെ സെയിം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അല്ലെ. അപ്പൊ ഐ എന്താ 0.5 ആണ്. ഇൻറ്റു ആർ എന്താണ് നോക്കണം. ടോട്ടൽ റെസിസ്റ്റൻസ് 6 ആണ്. 6 ഈക്വൽ ടു 3 വോൾട്ട് ആണ് ആർക്ക് കിട്ടുക? ഇവർക്ക് കിട്ടുക. നിങ്ങളൊരു കാര്യം നോക്കണേ, വോൾട്ടേജ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ രണ്ടു പേർക്കും ഡിഫറെന്റ് ആയിട്ടാണ് കിട്ടുക. അപ്പൊ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ആർക്കാണുള്ളത് അവർക്കാണ് കൂടുതൽ വോൾട്ടേജ് കിട്ടുക. ഇപ്പൊ ഇവർക്ക് 3 ആ കിട്ടിയിട്ടുള്ളത്. ബാക്കി 12 വോൾട്ടേജും ആർക്കാ കിട്ടുക? ഇവർക്കാ. ബിക്കോസ് ഇവിടെയാണ് റെസിസ്റ്റൻസ് കൂടുതലുള്ളത്. നമ്മളോട് ചോദിച്ച 3 ആൻസറും എഴുതിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ അവർ ഹോംസ് we receive the supply of electric power through a main supply also called main, either supported through overhead electric poles or by underground cables. In our country, the potential difference between the two wires, live wire and neutral wire of this supply is 22 volt. Write the colors of insulation covers of the line through which supply comes to our homes. ഇവിടെ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ലൈൻസ് കണ്ടിട്ടുണ്ടാവും. അതിൽ 2 ലൈൻസ് ആണ് ഉണ്ടാവുക. ഒന്ന് ന്യൂട്രലും അതുപോലെ ഒരു ഫേസ് അല്ലെങ്കിൽ ലൈവ് വയറും ഉണ്ടാവും. നിങ്ങളോട് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ കളർ എഴുതാൻ വേണ്ടിയിട്ടാണ്. എന്തായിരിക്കും ഇതിന്റെ കളർ വരുന്നുണ്ടാവുക? ലൈവ് വയറിന്റെ കളർ എന്തായിരിക്കും? റെഡും അതുപോലെ ന്യൂട്രൽ എന്താണ്? ബ്ലാക്കും ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെഡും ബ്ലാക്കും ആണ്. ഓക്കെ. ഇനി ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? What should be the current rating of electric circuit 220 volt so that an electric iron of 1 kilowatt power rating can be operated? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു ഇലക്ട്രിക് അയൺ ഓപ്പറേറ്റ് ചെയ്യാണ്. ഇതിന്റെ പവർ കൊടുത്തിട്ടുണ്ട് 1 കിലോ വാട്ട് ആണ്. അതുപോലെ വോൾട്ടേജ് നമുക്കറിയാം 220 ആണ്. എന്നിട്ട് കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും റിലേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. പി ഈക്വൽ ടു വി ഇൻറ്റു ഐ. ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ എല്ലാ യൂണിറ്റുകളും എസ് ഐ യൂണിറ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കുക. ഇവിടെ കിലോ വാട്ട് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1000 വാട്ട് എന്ന് എഴുതാം. എന്നിട്ട് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഈക്വൽ ടു പി ബൈ അല്ലെ, ഈ വി ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താവും? പി ബൈ വി എന്നാവും. ആയല്ലോ.
അപ്പൊ പി എന്താ 1000 ബൈ വി എന്താ 220. കട്ട് ചെയ്താൽ 15 100നും 22നും നമുക്ക് 2 വെച്ച് കട്ട് ചെയ്താൽ 50/11 എന്ന് കിട്ടും. 50/11 ഏകദേശം എന്തായിരിക്കും കിട്ടുക? 50/11 ഒന്ന് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. 4 11s are 44, 6.0. 5 11s are 55, 54. അപ്പോ 4.54 ആംബിയർ എന്ന് എന്ത് ചെയ്യും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. സിമ്പിൾ ആണ്, ചെയ്ത് നോക്കിയാൽ മാത്രമേ സിമ്പിൾ ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ you would connect 3 resistors, each of resistance 6 ohm, so that the combination has a resistance of 9 ohm. Also justify your answer. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും ഒരു കാര്യം നോക്കുക. ഇവിടെ 6 ഓമിന്റെ 3 റെസിസ്റ്റേഴ്സ് 3 റെസിസ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കണം? 9 ഓം റെസിസ്റ്റർ ഉണ്ടാക്കണം. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 6 ഓം വെച്ചിട്ട് 9 ഓം. ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 6 ഓമും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് കിട്ടുക ഇതിന് നേരെ ഹാഫ് 3 ആയിരിക്കും. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. 10 ഓം ആൻഡ് 10 ഓം നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്? ഇതിന്റെ നേരെ ഹാഫ് 5 ഓം ആയിരിക്കും. ആ ഒരു കാര്യം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത്. അപ്പൊ നോക്കണേ, ഇവിടെ വെച്ച് നോക്കുമ്പോൾ 6 ഓമും വെച്ചാൽ നിങ്ങൾക്ക് അറിയാം നേരെ ഹാഫ് 3 ആണ്. പിന്നെ 3ന്റെ കൂടെ 6 കൂട്ടിയാൽ 9 കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കോമ്പിനേഷൻ വരക്കാം. വരക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ആദ്യം നമ്മൾ 6 ഓം വീണ്ടും ഒരു 6 ഓം വെച്ചു. ഓക്കെ, അപ്പൊ 6 ഓം ഇപ്പോ എന്തായി? ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇതിന്റെ നേരെ ഹാഫ് 3 ആണ് ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ഈ കോമ്പിനേഷനിൽ കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഒരു സീരീസ് ആയിട്ട് ഒരു 6 കൂടി കണക്ട് ചെയ്യാം. 6 ഓം. ടോട്ടൽ എത്രയായി? 3 + 6 = 9 ഓം ആയി. ഇതാണ് നമ്മളെ കോമ്പിനേഷൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്താലും മതി. ഓക്കെ, ഇതാണ് 9 ഓം കോമ്പിനേഷൻ. അപ്പൊ എന്താ നമ്മളിവിടെ ചെയ്തത്? ടു അച്ചീവ് എ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് 9 ഓം you should connect 2 of 6 ohm resistors in parallel and then connected this parallel combination in series with the third 6 ohm resistor ആയിട്ട് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അതൊന്ന് ശ്രദ്ധിച്ചാൽ ഉഷാറായിട്ട് എഴുതാം. So next question, in the given circuit calculate the power consumed in watts in the resistance of 2 ohm. 2 ohm റെസിസ്റ്ററിലൂടെ എത്ര പവർ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട കറന്റ് ഐ ആണ്. ബിക്കോസ് സീരീസ് കണക്ഷനിൽ ഐ സെയിം ആയിരിക്കും. അതുകൊണ്ട് ഐ കണ്ടുപിടിക്കാന് നമുക്കറിയാം V/R ആണ്. I = V/R. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആർ എന്ന് പറഞ്ഞാല് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ കണ്ടുപിടിക്കാൻ സീരീസിലായതുകൊണ്ട് കറക്റ്റ് ഇത് ആഡ് ചെയ്താൽ മതി. അപ്പൊ 3 ഓം എന്ന് കിട്ടും. സോ ഐ = വോൾട്ടേജ് 6 ആണ്. 6/3 = 2 ആംപിയർ ആണ്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദ ഗിവൺ സർക്യൂട്ട് കാൽക്കുലേറ്റ് ദ പവർ കൺസ്യൂംഡ് ഇൻ വാട്ട്സ് ഇൻ ദ റെസിസ്റ്റർ ഓഫ് 2 ഓം. 2 ഓം റെസിസ്റ്റേഴ്സിലൂടെ മാത്രമല്ല പവർ. അപ്പൊ പവറിൽ നമുക്ക് റെസിസ്റ്റൻസും കറണ്ടും വരുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇക്വേഷൻ? P = I²R. സോ ഐ എന്താ അവിടെ? I 2 ആണ്. അപ്പൊ 2² × R ഏത് റെസിസ്റ്ററാ? 2 ഓം റെസിസ്റ്ററാ. അപ്പൊ 2. സോ 4 × 2 = 8 വാട്ട്. പവർ എന്താടാ കിട്ടുന്നത്? 8 വാട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 8 വാട്ട്. നെക്സ്റ്റ് നോക്കുക. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ത്രൂ which a current of 0.5 ampere flows when a potential difference of 2 volt is applied across its end. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് റെസിസ്റ്റൻസ് ആണ്. കറണ്ട് തന്നിട്ടുണ്ട് 0.5 ആംപിയർ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട് 2 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസും ഇതും കണ്ടുപിടിക്കാൻ ഓംസ് ലോയിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്.
ആർ ഈക്വൽ ടു വി ബൈ ഐ. സോ വി എന്ന് പറയുന്നത് 2 ആണ്, ഐ എന്ന് പറയുന്നത് 0.5 ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 0.5 താഴെ ഉള്ളതുകൊണ്ട് 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. സോ ഇവിടെ 20 ആവും, ഇവിടെ 5 ആവും. 20/5 4 ഓം എന്നാണ് ആൻസർ വരിക. സോ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്തായിരിക്കും? 4 ഓം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഓംസ് ലോ. Draw a labeled circuit diagram to verify this law in the laboratory. If you draw a graph between the potential difference and current flowing through a metallic conductor, what kind of curve will you get? What kind of curve will you get? Explain how you would use this graph to determine the resistance of the conductor. നമ്മളോട് ഒരു ജസ്റ്റ് ഓംസ് ലോന്റെ ഒരു ഫിഗർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, സർക്യൂട്ട് ഡയഗ്രാം. അതുപോലെ എന്താണ് ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഓംസ് ലോന്റെ ഒരു ഗ്രാഫ് വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഗ്രാഫിൽ നിന്ന് എങ്ങനെ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും എന്നുള്ളതും ജസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാം. എന്താ ഓംസ് ലോ? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് across its ends of a given metallic wire in an electric circuit is directly proportional to the current flowing through it, provided its temperature remains the same. So എന്തും കൂടിയും പറയാ, V proportional to I at constant temperature, V proportional to I എന്നുകൂടെ പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു ഫിഗർ ജസ്റ്റ് വരച്ചു കൊടുക്കുക. പൊട്ടൻഷ്യൽ ഓംസ് ലോ വരക്കുമ്പോൾ നിങ്ങൾ അതിലെ വോൾട്ട് മീറ്ററും അമ്മീറ്ററും കാണിക്കുന്ന ഒരു ഫിഗർ ജസ്റ്റ് വരച്ച് കാണിച്ചാൽ മതി. സാർ എന്ത് ചെയ്തു, ഒരു ഫിഗർ വരക്കുകയാണ്. ജസ്റ്റ് ഒരു ഫിഗർ വരക്കുക. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് വരച്ചു. ഇനി ഒരു അമ്മീറ്റർ വരക്കാം. പോസിറ്റീവ് നെഗറ്റീവ്, വേണമെങ്കിൽ ഒരു കീ വരക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇതാണ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇവിടെയാണ് നമ്മൾ വോൾട്ടേജ് കൊടുക്കുക, പോസിറ്റീവ് നെഗറ്റീവ്. ഇനി വോൾട്ട് മീറ്റർ കൊടുക്കുമ്പോൾ ഇതിന് പാരലൽ ആയിട്ട് തന്നെ കൊടുക്കണം. ഏതാണോ റെസിസ്റ്റർ അതിന് പാരലൽ ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ്. ഏകദേശം ഈ ഒരു ഫിഗർ വരച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ഹൗ വുഡ് യു യൂസ് ദിസ് ഗ്രാഫ് ടു ഡിറ്റർമൈൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. നമ്മളോട് ഗ്രാഫ് വരച്ചിട്ട് അത് ഡിറ്റർമൈൻ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്രാഫ് എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കാം. സി ക്വസ്റ്റ്യൻ വരുന്നത് ഗ്രാഫാണ്. ഗ്രാഫ് വി ഐ ഗ്രാഫാണ്. ഏതാണ്? വി ഐ ഗ്രാഫാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി, വരയ്ക്കേണ്ടി. വി ഐ ഗ്രാഫ് വരച്ചിട്ട് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാം. നോക്കാം, ഇതാ. ഓക്കെ, വോൾട്ടേജ്, കറണ്ട്. എന്നിട്ട് വി ഐ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇത് കറക്റ്റ് എന്തായിരിക്കും, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ്, അല്ലെങ്കിൽ സ്ലോപ്പ് ആണ്. എന്ത് സ്ലോപ്പാണ്? സ്ലോപ്പ് ഓഫ് വി ഐ ഗ്രാഫ് ഈസ് റെസിസ്റ്റൻസ്. ഇതാണെന്ത്? റെസിസ്റ്റൻസ്. സോ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ പറ്റുക? അതിന് ഇക്വേഷൻ ഓം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ആർ ഈക്വൽ ടു വി ബൈ ഐ. ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ, പറഞ്ഞു കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആവാൻ ചാൻസ് ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് അസേർഷൻ ആൻഡ് റീസൺ ആണ്. ഇത് നന്നായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. The metals and alloys are good conductors of electricity. Yes, correct. അല്ലെ? Assertion is correct. ഇനിയോ, bronze is an alloy of copper and tin, alloy of copper and tin, and it is not a good conductor of electricity. Tin, കോപ്പറും കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ? യെസ്, അതുകൊണ്ട് റീസൺ തെറ്റാണ്. സോ ആൻസർ എന്താണ്? അസേർഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ഫോൾസ്. നെക്സ്റ്റ് അസേർഷൻ റീസൺ നന്നായിട്ട് വായിച്ചു നോക്കുക. ചില കുട്ടികളൊക്കെ അസേർഷൻ പെട്ടെന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യാതെ നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് അതിൽ ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസ് കൊടുത്തിട്ടുണ്ടാവും. അലോയ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസസ് ലൈക്ക് ഇലക്ട്രിക് അയൺ ആൻഡ് ഹീറ്റർ. അലോയ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസസ് ലൈക്ക് ഇലക്ട്രിക് അയൺ ആൻഡ് ഹീറ്റർ. ശരിയാണ്. ഇലക്ട്രിക് അയണിലൊക്കെ നമുക്കറിയാം അയോൺസ് ആയിട്ടുള്ള, അലോയ്സ് ആയിട്ടുള്ള നിക്രോം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണ്. റെസിസ്റ്റിവിറ്റി ഓഫ് എൻ അലോയ് ഈസ് ജനറലി ഹയർ ദാൻ
that of its constituent metal, but the alloys have low melting point. Low melting point ആണോ alloys? അല്ല, low melting point ആണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയി പോകും. സോ ഇത് തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് പറയാം A is true, reason is false, because alloys have a high melting point ആണ് alloysന് വരുന്നത്. ഇനി a cylindrical conductor of length L and uniform area of cross section A has resistance R. The area of cross section of another conductor of same material and same resistance but of length 2L is dash. നമ്മളോട് പറഞ്ഞ cylindrical conductor of length L, area of cross section A, resistance R. മാത്രല്ല ഇതാണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പൊ കേസ് 1 കേസ് 2 ആയിട്ട് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യം കേസ് 1. കേസ് 1 എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുള്ളത് സിലിണ്ടറിക്കൽ റെസിസ്റ്റൻസ് ലെങ്ത് എൽ, ഏരിയ ക്രോസ് സെക്ഷൻ എ, റെസിസ്റ്റൻസ് ആർ. കേസ് 2 പറഞ്ഞിട്ടുള്ളത് സെയിം മെറ്റീരിയൽ ആണ്, അതിന്റെ ലെങ്ത് 2L ആണ്, ഏരിയ എ തന്നെയാണ്, റെസിസ്റ്റൻസും ആർ ആണ്. പിന്നെ റെസിസ്റ്റിവിറ്റി പറഞ്ഞിട്ടുണ്ട്, അതെന്താ? റോ. ഇവിടെയും സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് റോ ആണ്, രണ്ടിലും റോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഏരിയ കണ്ടുപിടിക്കാം. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ള ഏരിയയാണ് ഇവര് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഏരിയ കിട്ടിയിട്ടില്ല, അപ്പൊ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് അറിയാം നമുക്കൊരു ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു റോ എൽ ബൈ എ എന്നാണ്. സോ ഏരിയ ആണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അപ്പൊ എന്തായിരിക്കും? എ ഈക്വൽ ടു റോ എൽ ബൈ ആർ. അപ്പൊ ഇത് നമ്മൾ റോ ഈക്വൽ ടു എ എൽ ബൈ ആർ എന്ന് എഴുതി. ഈ സെക്കൻഡ് കേസിൽ നിങ്ങൾ നോക്കുക, ഏരിയ കാണാൻ ഇക്വേഷൻ റോ എന്ന്, എല്ലിന്റെ പകരം നമുക്കറിയാം എന്താണ്? 2L ആണ്, ഡബിൾ ആയിട്ടുണ്ട് ബൈ ആർ. ഇനി 2 ഇവിടെ കൊണ്ടുവന്നാൽ എ ഈക്വൽ ടു 2 ഇൻറ്റു റോ എൽ ബൈ ആർ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, റോ എൽ ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താ? റോ എൽ ബൈ ആർ എന്ന് പറഞ്ഞാൽ എ ആണ്, കണ്ടോ? സോ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് എ ഈക്വൽ ടു 2A എന്ന് എഴുതാം. അതായത് ഇതിനെ സാറ് എ ഡാഷ് എന്ന് എഴുതിയിട്ടുണ്ട്, ഏത്? സെക്കൻഡത്തെ. അപ്പൊ എ ഡാഷ് ഈക്വൽ ടു 2A. നിങ്ങളോട് ചോദിച്ച് എന്താവും? ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് അനദർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിന്റെ ഡബിൾ ആയിട്ട് അത് എന്ത് ചെയ്യും? മാറുന്നുണ്ട്. ഓക്കെ.